ഇപ്പൊ മഹാറാണിയിലെ മഹാറാണി അല്ലേ? സന്തോഷം. സൂപ്പർ. മഹാറാണി ഇഷ്ടപ്പെട്ടു. ഇതാ ഫ്ലെക്സ് ഒക്കെ ഉണ്ട്. ആ മോഡലായി. ആരായിപ്പോ? എന്തോന്നറിയില്ല. അതാ കരഞ്ഞത്. ഹസ്ബൻഡില്ലേ ഏറ്റവും ഇഷ്ടം എന്താ? ലവ്. നിത്യ ഹസ്ബൻഡിനെ പ്രപ്പോസ് ചെയ്യണം. പ്രപ്പോസ്. ലവ്. പറയണം. പൂ വേണോ? പൂ. ഇത് ആരായി കണ്ണൊക്കെ എഴുതി തന്നെ? അമ്മയാ? ലിപ്സ്റ്റിക് എവിടെ? അയ്യോടാ, എവിടെ ഇരുന്നോ? അവിടെ. ഇവര് പ്രണയത്തിലാന്ന് പറഞ്ഞപ്പോഴേ അമ്മ ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇവളിങ്ങനെ ഫോണിൽ കൂടെ വിളിക്കുകയൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ വീട്ടിൽ വേറെ കല്യാണാലോചനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു ഒക്കെ അത് വേണ്ട, ഇവനിങ്ങനെ അങ്ങനെ പോരും ചെയ്താൽ കൂടെ തോന്നുന്നു ഞങ്ങൾ ഇവിടെ കൊണ്ട് കല്യാണം കഴിക്കുകയും ചെയ്തത്. ഓ, ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ അമ്മായിമ്മനെയൊക്കെ കിട്ടണോ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വൈറലായ മഹാറാണിയുടെ സ്വന്തം മഹാറാണി നിത്യ ആൻഡ് ഫാമിലി. വെൽക്കം. ഹായ്. എങ്ങനെ ഹായ് ഒക്കെ പറയാം? നമ്മൾ പറയുന്നത് മനസ്സിലാവില്ലേ? ബാക്കിയുള്ള എന്നോട് ഞാൻ പറഞ്ഞില്ല, അതാണ് എന്നോടും കൂടെ കൂടി വരാൻ പറഞ്ഞത്. ഇത് അമ്മ, ചേട്ടൻ്റെ അമ്മ. ഇത് എന്റെ മോൻ, അവൻ കല്യാണം കഴിച്ചു മോള്. എനിക്ക് തോന്നണു ഇപ്പൊ ഈ ഇവര് പ്രണയത്തിലാന്ന് പറഞ്ഞപ്പോഴേ അമ്മ ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇവളിങ്ങനെ ഫോണിൽ കൂടെ വിളിക്കുകയൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ വീട്ടിൽ വേറെ കല്യാണാലോചനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു ഒക്കെ അത് വേണ്ട, ഇവനിങ്ങനെ അങ്ങനെ പോരും ചെയ്താൽ കൂടെ അങ്ങനെ തോന്നുന്നു ഞങ്ങൾ ഇവിടെ കൊണ്ട് കല്യാണം കഴിക്കുകയും ചെയ്തത്. ഓ, ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ അമ്മായിമ്മനെയൊക്കെ കിട്ടണോ? അങ്ങനെ ഞങ്ങൾ പോയി ഒരു ചേട്ടനുണ്ട്, ഇവർക്ക് ചേട്ടനുണ്ട്. ആ കൊച്ചു കോഴിക്കോട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അതിനെ വീട്ടിൽ പോയേക്കാണ് അത്. അതും ഞാനും എൻ്റെ ഭർത്താവും ഇവനും ഒക്കെ കൂടെ പോയി ഞങ്ങൾ കാറിൽ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങളവിടെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കുകയായിരുന്നു. മനസ്സിലായി എന്താ പറഞ്ഞത്? കല്യാണം. അമ്മയ്ക്ക് ഇതുണ്ടായിരുന്ന ഒരു മോളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, വിഷമായിരുന്നു. പിന്നെ കുഞ്ഞ് ആവാറായപ്പോഴത്തേക്കൊക്കെ അമ്മയായിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല സ്നേഹത്തിലായി പോകുന്നു. ഈ കഴിഞ്ഞ ആഴ്ച അമ്മ വന്നിട്ടുണ്ടായിരുന്നു, കടയിൽ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വരും, ഞങ്ങളും അവിടെ പോയി നിൽക്കും, ഇവനും അവിടെ പോയി നിൽക്കും, ഞങ്ങൾ പോകും. ഇപ്പൊ നല്ല സൗരോഗ്യം ഇതായി സ്നേഹം ജീവിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. അവളും നല്ല ഇതാണ്, ഞങ്ങളും അവളോട് സഹകരിച്ച് അങ്ങനെ നല്ല കുടുംബ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്താണ് ആ ഒരു ധൈര്യം വിളിച്ചിറക്കി കൊണ്ടുവന്നത്? സംസാരിക്കോ? അവള് പറയും എങ്ങനെയാ പറ. വന്നത് എങ്ങനെയാ? ഇറങ്ങി വന്നില്ലേ വീട്ടിൽ നിന്ന്? വേറെ ഷോപ്പിൽ കിട്ടിയില്ല? അവള് വേറെ കട ചോദിച്ചു, മഹാലക്ഷ്മിയിലും ഇവിടെ എറണാകുളത്തെ പോലെ. മഹാറാണി ഇഷ്ടപ്പെട്ടു. ഇപ്പൊ മഹാറാണിയിലെ മഹാറാണി അല്ലേ? സന്തോഷം. ഇത് ഹിയറിംഗ് എയ്ഡ് കിട്ടിയില്ലേ? രണ്ടെണ്ണം കൊടുത്തേ. രണ്ടുണ്ട്. അവൾക്ക് കേൾവിയുടെ ശതമാനം കുറച്ചുള്ളൂ, കുറവ്. പക്ഷെ കടയിൽ നിൽക്കുമ്പോൾ അവള് കൂടുതൽ സംസാരിക്കണ്ട, അതുകൊണ്ടാണ് അവരത് മേടിച്ചു. ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ
എല്ലാവരും കൂടി സഹകരിച്ച് അങ്ങനെ വനിതാ ദിനത്തിന്റെ അന്നൊക്കെ മേടിച്ച് കൊടുത്തതാണ്. ഈ ഹിയറിംഗ് എയ്ഡ് കിട്ടിയില്ലേ? അപ്പൊ എന്ത് തോന്നി? കരഞ്ഞ് സന്തോഷം വന്നിട്ടല്ലേ? പിന്നെ അവളുടെ പേരിൽ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. കടയുടെ മുകളിൽ അവരിത് വെച്ചു. പിന്നെ ഭാര്യയുടെ പല ഗിഫ്റ്റുകളൊക്കെ അവർക്ക് കൊടുത്തു, അയച്ചൊക്കെ കൊടുത്തു. ഈയിടെ ഒരു കൊല്ലത്തുനിന്ന് ഒരു വലിയൊരു ഫോട്ടോ അവളുടെ വരച്ച് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഫോട്ടോ വീട്ടിലേക്ക് കൊടുത്തിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സാധനങ്ങളൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ. പിന്നെ ഒത്തിരി ആൾക്കാർ വിളിക്കാറുണ്ട്, വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പൊ ഞാനാണ് കൂടുതലും മൊബൈൽ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നത്. ഇപ്പൊ മഹാറാണിയിലെ മോഡലല്ലേ? എന്താ ഇപ്പൊ ഫ്ലെക്സ് ഒക്കെ ഉണ്ട്? ആ മോഡലായി. ആരായിപ്പോ? ഈ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോഴേ ഫോട്ടോ എടുക്കാറുണ്ട്. ചോദിക്കോ? എല്ലാരും ഒന്ന് ഫോട്ടോ എടുക്കും അല്ലേ? എന്താ പറഞ്ഞേ? ഇഷ്ടാന്ന് പറയോ? ഇപ്പൊ എല്ലാരും വന്നത് നിത്യേനെ കാണാൻ വേണ്ടിട്ടാ. പറഞ്ഞോ? ഇപ്പൊ സ്റ്റാർ ആയില്ലേ അവിടത്തെ? പുറത്തിറങ്ങൂലേ? അപ്പൊ ആളുകളൊക്കെ എന്താ പറയാ? നിത്യ മഹാറാണിയാണോ? ആ സന്തോഷാണോ അതൊക്കെ? മോള് വീഡിയോസ് ഒക്കെ കാണോ? മൊബൈൽ കയ്യിൽ വെക്കില്ല. അമ്മ വൈറലായി അറിഞ്ഞോ? അറിയാം, ഫോട്ടോ ഒക്കെ കാണുമ്പോ അറിയാം എന്റെ അമ്മയെന്നൊക്കെ പറയും. അത് ബർത്ത്ഡേക്ക് അവിടെ കൊണ്ടുപോയി. അപ്പൊ അവിടെ അവര് കേക്കൊക്കെ മുറിച്ച് ഇവളുടെ 3ാം വയസ്സിൽ പിറന്നാൾ അവിടെ ആഘോഷിച്ചതാ. അപ്പൊ കേക്കൊക്കെ മുറിച്ച് ഉമ്മ വെച്ചു എന്നൊക്കെ പറയണം, മാമൻ ഉമ്മ വെച്ചു എന്നൊക്കെ പറയണത്. അയ്യോ, ഇൻസ്റ്റഗ്രാമില് കൊറേ പേര് കാണൂലേ വീഡിയോ? കൊറേ വ്യൂസ് മെസ്സേജ് ഒക്കെ വരോ? എന്താ വരുന്നേ? ഇവിടെ നമ്മുടെ പാലക്കാടെന്ന് ഒരു ഗോൾഡ് ഇത് കട ഉദ്ഘാടനത്തിന് അവർ വിളിച്ചായിരുന്നു. അവര് വിളിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു കടയുടെ പണി പൂർത്തിയായില്ല എന്ന് പറഞ്ഞു. പാലക്കാട് ഉദ്ഘാടനത്തിന് അപ്പൊ അതവര് പിന്നെ അറിയിക്കാന്ന് പറഞ്ഞു. ആ കടയുടെ പണി പൂർത്തിയായില്ല അതിന്റെ തോന്നി. പലരൊക്കെ വിളിക്കാം, എല്ലാരും വിളിക്കാറുണ്ട്. പിന്നെ ലക്ഷദ്വീപിന് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞോണ്ട് പിന്നെ ബുക്ക് ഫ്രീയാ, അവളോട് കുടുംബമായിട്ട് ചെല്ലാൻ പറഞ്ഞോണ്ട് അവിടെ നിന്നൊരു ലക്ഷദ്വീപിന് ചെല്ലാൻ പറഞ്ഞോണ്ട് കുടുംബമായിട്ട് ചെല്ലാൻ പറഞ്ഞു. അടിപൊളി. അമ്മയില്ലേ? അമ്മ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടമുള്ള ചെയ്തോ? എന്താ അമ്മയാണ് എന്നെ ഇത്ര ഇതൊക്കെ ചാക്കി തന്നേന്ന്. അയ്യോ, അത് സത്യം കേട്ടോ. സ്വന്തം അമ്മേനെ പോലെ അല്ലേ? നമ്മുടെ കൊച്ചു കൊണ്ടുവന്നാലേ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് എനിക്ക് 2 ആൺപിള്ളേർ മാത്രമേ ഉള്ളൂ, പെൺകൊച്ചുങ്ങളില്ല. അവരുടെ പിള്ളേർ നമ്മുടെ മക്കളല്ലേ, നമുക്കെന്നും നമ്മുടെ മക്കളായിട്ടല്ലേ കരുതാൻ പറ്റുള്ളൂ. 2 ആൺപിള്ളേരേ ഉള്ളൂ, അവർക്കും പിള്ളേരില്ല, അവർക്ക് മാത്രമേ കൊച്ചുള്ളൂ. ഇവിടെ ഇപ്പൊ നിലത്ത് വയ്ക്കാൻ എല്ലാവരും കൊണ്ടുവന്ന് നടക്കും. ഇപ്പൊ മഹാറാണി ചെല്ലുന്ന സമയത്തെ അറിയായിരുന്നോ നിത്യക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സംസാരിക്കാൻ? അറിയാതെ ബയോഡേറ്റ ഉണ്ടായിരുന്നല്ലോ, എല്ലാം ഉണ്ടായിരുന്നു. സ്കൂൾ എല്ലാം പഠിച്ച സർട്ടിഫിക്കറ്റും ഇതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, എല്ലാം എടുത്തങ്ങനെ. അപ്പൊ അതെല്ലാം എല്ലാ ബയോഡേറ്റയും കാണിക്കാൻ പറഞ്ഞ എല്ലാ ബയോഡേറ്റയും കാണിച്ചപ്പോ അവർക്ക് അറിയാറുണ്ട്. ഈ മഹാറാണിയിലെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ? കൂട്ടുകാരി ഉണ്ട്. കുറെ പേരുണ്ട്. എല്ലാരും ഫ്രണ്ട്സാ. നിത്യനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അവിടെ. ആളങ്ങനെ അധികം ഒട്ടും സംസാരിക്കില്ല, അങ്ങനെയാണോ? വലിയ ആവശ്യമുള്ള വീട്ടിലെല്ലാം പറയും. ഇപ്പൊ അവനിങ്ങനെ ചോദിക്കുമ്പോൾ അറിയില്ലല്ലോ, ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിക്കും, മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഇവര് തമ്മിൽ എങ്ങനെയാ? ഇവര് തമ്മിലെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവർക്ക് ആ സംസാരത്തില്. ഇവർ പഠിച്ചതല്ലേ, അങ്ങനെ പഠിച്ച് സ്കൂളിലൊക്കെ പഠിച്ചതൊക്കെ. ഇവൻ +2 വരെ പഠിച്ചു. പിന്നെ ഇവൻ ഡ്രോയിങ്ങിലൊക്കെ നല്ല കലാവാസനയൊക്കെ ഉണ്ട്. നന്നായിട്ട് പടം വരയ്ക്കും നന്നായിട്ട്. ഇവളും വരയ്ക്കും, പടം വരയ്ക്കും നന്നായിട്ട്. അവരുടെ റൂമില് നല്ലൊരു പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. പടം 2 പേരും പടം വരയ്ക്കും നന്നായിട്ട്.
ഓക്കെ. പിന്നെ അവൾക്ക് തയ്യലറിയാം, അവള് ഡ്രസ്സുകളൊക്കെ തയ്ക്കുന്ന പറഞ്ഞാൽ അവളുടെ അമ്മ പഠിപ്പിച്ച് അങ്ങനെ എംബ്രോയിഡറി വർക്ക് അറിയാം, നന്നായിട്ട് ചെയ്യും. ഹസ്ബൻഡിലില്ലേ ഏറ്റവും ഇഷ്ടം എന്താ? ലവ്. നിത്യയിലെ എന്താ ഏറ്റവും ഇഷ്ടം? സൂപ്പർ, നിത്യ സൂപ്പറാ. അമ്മക്ക് എന്താ നിത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി? അവള് എല്ലാവരുമായിട്ട് നല്ല ഇടപഴകാനൊക്കെ നല്ലൊരു ഇതാണ്. പിന്നെ കുഴപ്പമില്ല, നമ്മുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന കൊച്ചാണ്, കുഴപ്പമില്ല, വഴക്കും അങ്ങനെ ഒരു കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ അതൊക്കെ നമ്മളിപ്പോൾ മനുഷ്യരല്ലേ, എന്തെങ്കിലും ഇതായാലും അങ്ങനെ വഴക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 3 വർഷമായി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട്. എന്നെ സംബന്ധിച്ച് അവൾക്കൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ ഇപ്പം നമുക്കിപ്പോൾ ഇപ്പോഴുള്ള കൊച്ചുങ്ങളോട് നമുക്ക് അങ്ങനെ ഒന്നും എടുക്കാമെന്ന് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ, അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ സ്വന്തം കൊച്ചിനെ പോലെ കൊണ്ടുനടക്കും അങ്ങനെ തന്നെ. ഇവിടെ കൊച്ചു ഇങ്ങനെയുള്ളതല്ലേ, അപ്പം നമുക്ക് നമ്മുടെ കൊച്ചിനൊരു കൊച്ചു വന്ന് കൂടി ഇപ്പം നമുക്കത് സന്തോഷമല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി സങ്കടപ്പെട്ട ആൾക്കാരാണ്, കാരണം കൊച്ചു ഇങ്ങനെ ഇതായിപ്പോൾ നമുക്ക് വിഷമം ഉണ്ടായി. അപ്പോൾ അവർക്ക് ഒരു ജീവിത പങ്കാളി വന്ന് വിട്ടപ്പോൾ നമുക്കത് സന്തോഷം. പിന്നെ ഒരു കുഞ്ഞാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തോന്നും. അങ്ങനെ ഒരു അത് ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കണം. നല്ല പിടിക്കുക, നല്ലോണം സംസാരിക്കും എല്ലാവരോടും, നല്ല ഫ്രീ. അവള് എവിടെ ചെന്നാലും അതെ നല്ല ഫ്രീ ആയിട്ട്. നല്ല സാധാരണ പിള്ളേരെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു ഗ്യാപ്പ് ഇടും, നമ്മൾ മിണ്ടും. അങ്ങനെ ഇല്ല, എല്ലാരോടും അവൾ സംസാരിക്കും, എല്ലാ മനുഷ്യരോടും എല്ലാവരോടും ഇടപെടാൻ നല്ലൊരു ഇതാണ്. ഞാനൊരു ടാസ്ക് തരട്ടെ? ടാസ്ക് തരട്ടെ ചോദിക്കാൻ. ഒരു ഗെയിം. നിത്യ ഹസ്ബൻഡിനെ പ്രപ്പോസ് ചെയ്യണം. പ്രപ്പോസ് ലവ് പറയണം. പൂ വേണോ? പൂ ഓക്കെ തരാം. കൊടുത്തു. ഇവര് സൈൻ ലാംഗ്വേജ് ആണല്ലേ സംസാരിക്കുന്നത്? ഓക്കെ. ഇവള് ഇപ്പം സംസാരിക്കുന്ന അവന് അങ്ങനെ അതായിട്ടല്ലേ സംസാരിക്കും. ഇപ്പം ഞാനും ഇവിടെ സംസാരിക്കുമ്പോൾ അല്ലാതെയായിട്ട് സംസാരിക്കും. അവന് അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ലല്ലോ, അപ്പോൾ അവരുടെ ഇതിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറെക്കുറെ, ചില സമയത്ത് നമുക്കൊന്നും മനസ്സിലാവില്ല. എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. പറ്റും. പ്രപ്പോസ് ചെയ്യ്, പറ. ഐ ലവ് യു പറ. ഇനി തിരിച്ച് അവന് വരാൻ മടിയായിരുന്നു. ഇവന് വരാൻ മടിയാണ്, അവന് തലമുടി പിടിപ്പിച്ചേക്കുവാ. അതുകൊണ്ട് അപ്പൊ ഒത്തിരി തല വേർപ്പോ മഴ നനയോ ഒന്നും ചെയ്യരുന്നു. തലമുടി ഉണ്ടായിരുന്ന കൊച്ചാണ്, പഠിച്ചോണ്ടിരുന്ന കാലത്തൊക്കെ പല ഫാഷനും കാണിച്ച് മുടി മൊത്തം പോയി. അപ്പൊ ഫ്രണ്ടിൽ മുടി ഉണ്ടാവണില്ലായിരുന്നു, 2 വർഷം കഷണ്ടി പോലെ. അപ്പൊ അവന് ഇപ്പൊ ഒരാഴ്ച ആയുള്ളൂ, 2 ആഴ്ച ആവണുള്ളൂ മുടി പിടിപ്പിച്ചേക്കണേ ഫ്രണ്ടില് ചെയ്തേക്കണതാ. കസ്റ്റമേഴ്സ് ഗിഫ്റ്റ് ഒക്കെ തരോ? എന്തൊക്കെ കിട്ടി? പിന്നെ ബാഗ്, കൊട, ബാഗ്, ചെരുപ്പ്, സാധനങ്ങളൊക്കെ കൊടുത്തു. പിന്നുള്ള നോട്ടയുടെ ആൾക്കാർ ആരാന്ന് എനിക്കറിയില്ല, കുറെ പാത്രങ്ങൾ, ഒരു സെറ്റ് പാത്രം, അത് ആരാ കൊടുത്തതെന്ന് എനിക്കറിയില്ല. വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ കൊടുക്കും ആൾക്കാർ, ചില ആൾക്കാരൊക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കും. പിന്നെ ഡാൻസ് കളിക്കും ഇവിടെ. ഡാൻസ് ചെറുപ്പം മുതലേ ഡാൻസ് കളിച്ചതാണ്. ഡാൻസ് കളിച്ച് അവിടെ ആദ്യമായിട്ട് ഇവിടെ ഡാൻസ് കളിച്ചാണ് സമ്മാനം മേടിച്ചത്. ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് ഇച്ചിരി നേരത്തേക്ക് അങ്ങോട്ടൊക്കെ ഇതുണ്ട് സമയം, അപ്പൊ അവിടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഡാൻസ് കളിച്ച് ഇവർക്ക് അവിടെ സമ്മാനം കിട്ടി. പിന്നെ അങ്ങനെയാണ് ഇവളവിടെ കയറി വന്നത്. അങ്ങനെ 2 പിള്ളേരോട് ഡാൻസ് കളിച്ചിട്ട് ഇവർക്ക് ഫസ്റ്റ് കിട്ടിയത്. നന്നായിട്ട് ഡാൻസ് കളിക്കും, നല്ല ഡാൻസ് ശരിയാ. അരങ്ങേറ്റമൊക്കെ നടത്തിയതാ, നല്ല ഡാൻസ് ശരി. 5 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്നതാ. 5 വയസ്സ് തൊട്ട് ഡാൻസ് അമ്മ പഠിപ്പിച്ചാണ്. അങ്ങനെ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഈ കടയിൽ പോയി തുടങ്ങിയ പിന്നെ അത് നിർത്തിയത്. എല്ലാത്ത ദിവസം ഞായറാഴ്ച ദിവസം പോകണ്ടായിരുന്നു ഡാൻസ് പഠിക്കാനായിട്ട്. നിത്യയില്ലേ ശരിക്കും എല്ലാവർക്കും ഭയങ്കര മോട്ടിവേഷനാണ്. അത് പറയാറുണ്ടോ ആരെങ്കിലും? എല്ലാവരും പറയാനും മൊബൈൽ കടയൊക്കെ വിടാറുണ്ട്. പാല് പിന്നെ കുടിക്കാട്ടാ, ചേട്ടൻ പിന്നെ ആവട്ടെ കേട്ടാ, പാല് കുടിക്കാട്ടാ. ഫ്ലെക്സ് വെച്ചില്ലേ അവിടെ റോഡില്,
എല്ലാരും കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നില്ലേ? കണ്ണ് കിട്ടി കണ്ണ് കിട്ടി കണ്ണ് കിട്ടി കണ്ണ് കെട്ടിയിട്ട് പോയി. എന്തോന്നറിയില്ല. കരഞ്ഞത് കടയുടെ അവിടെ നിന്ന് മാറി കണ്ട വെച്ചാണ്. ഒരു കടയുടെ മുകളിലെ വെച്ചേക്കുന്നത്. കടയുടെ മുകളിൽ ഞങ്ങൾ പോയപ്പോ കണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അപ്പോഴും വെച്ചിട്ടുണ്ട്. ഞങ്ങള് തൊടുപുഴയിൽ പോയി അവനെയും ഇത് ചെയ്ത് മുടി പിടിപ്പിച്ചതേ. അവിടെ ഒരു കട അവിടെ പോയി ചെയ്തത്. അപ്പൊ വേറെ സ്ഥലത്തുനിന്ന് എറണാകുളത്തുനിന്ന് ഡോക്ടർമാർ വന്ന് അത് ചെയ്തത്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം എന്നോട് ചെല്ലാൻ പറഞ്ഞത് 2ാമത്തെ ദിവസം ചെയ്തപ്പോ എന്നോട് ചെല്ലാൻ പറഞ്ഞു ഡോക്ടർ. എന്നോട് കാര്യങ്ങളെല്ലാം പറയാനായിട്ട്. അന്നേരം ഞാൻ കണ്ടുപിടിക്കണം വെച്ചേക്കണത്. ഓക്കെ. അത് കണ്ടിട്ട് ആരൊക്കെ വിളിക്കും? ഫ്ലെക്സ് കണ്ടിട്ട് കൊച്ച് നമ്മുടെ മുത്തുമണി എന്ന് പറഞ്ഞ ആക്ട്രസ് ആണോ? സിനിമ നടിയില്ലേ മുത്തുമണി. അതിന്റെ മകളില്ലേ സീരിയലിലൊക്കെ അഭിനയിച്ച കൊച്ച. അതിന്റെ പേര് പറഞ്ഞു. ആ കൊച്ചു വിളിച്ചു ഒരു ദിവസം. ഞങ്ങൾ എറണാകുളം മറൈൻ ഡ്രൈവില് കാണാനായിട്ട് പോയി ഞങ്ങള്. അപ്പൊ കാണാനായിട്ട് പോയപ്പോ അവിടെ വെച്ച് ഇവിടെ മൊബൈലിൽ കൂടെ വീഡിയോ കോൾ ചെയ്ത് വിളിച്ച കൊച്ച്. അങ്ങനെ വിളിക്കാറുണ്ട്. പിന്നെ യദുകൃഷ്ണൻ എന്ന് പറഞ്ഞ സീരിയൽ താരമല്ലേ, അത് ഒരു പ്രാവശ്യം കടയിൽ ചെന്നപ്പോ ഇവിടെ സംസാരിച്ചു എന്ന് പറഞ്ഞു. ഇന്നലെ അത് സീരിയലില് ഈ ഒരു കുക്കറി ഷോ പരിപാടി ഉണ്ടല്ലോ, അതിൽ ഇന്നലെ അവര് വന്നായിരുന്നല്ലോ. അന്നേരം വന്നപ്പോൾ പറഞ്ഞത് അവിടെ കടയിൽ വന്നായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ? അഭിനയിക്കോ? സിനിമ ഇഷ്ടപ്പെട്ടു. കാണാനാണോ ഇഷ്ടം? അഭിനയിക്കാൻ ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടം ആരെയാ നടൻ? മമ്മൂക്ക, മോഹൻലാലാണ് കൂടുതൽ ഇഷ്ടം. വിജയ്. വിജയ്. ഓക്കെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറച്ച്. ഓക്കെ. വീട്ടിലെങ്ങനെയാ ഇപ്പൊ ജോലിക്ക് പോവാത്ത ദിവസം എന്തൊക്കെ ചെയ്യും വീട്ടില്? വീട്ടിലും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യില്ല. ഇപ്പൊ പിള്ളേർ അങ്ങനെയാലോ. അതെ വീട്ടിൽ വന്നാന്ന് പറഞ്ഞാ ഒന്നാമത്തെ കാര്യം രാവിലെ 8:30 പോകുമ്പോ കൊണ്ടുവന്ന് വിടും. BOC കൊണ്ടുവന്ന് വിട്ട് ബസ്സിന് കയറി പോണത്. ബൈക്കിന് കൊണ്ടുവന്ന് വിടും. പിന്നെ രാത്രി വരുമ്പോ 8:30 9 ആകും. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിയും കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കിടക്കും. വീട്ടിലിപ്പോ 2 പേരുണ്ടെങ്കിലും ജോലിയെല്ലാം ഞാനാ ചെയ്യണത്. ആരും ഒന്നും ചെയ്യില്ല. മറ്റേ ചേട്ടന്റെ ഭാര്യയുണ്ട്. അപ്പൊ മോളിലും താഴെയായിട്ടാണ് വീട് പണിത് വെച്ചാണ്. മോളിൽ ഇവര് താഴെയാണ്. അവിടെ മോളിലെല്ലാം സൗകര്യം ഉണ്ട്. അപ്പൊ അവര് മോളിലും ഇത് താഴെയായിട്ട് താമസിക്കും. വീഡിയോസ് ഒക്കെ ചെയ്യൂലേ? ഇൻസ്റ്റഗ്രാം വീഡിയോ എങ്ങനെയാ ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും ആലോചിക്കും. അപ്പൊ സൂപ്പറാന്ന് പറയാം. അങ്ങനെ ചെയ്യണ വീഡിയോ വേറെ കാണും മൊബൈലില്. വേറെ ആൾക്കാർ ചെയ്യണ കണ്ടിട്ട് അത് കണ്ടേച്ച് വേറെ രീതിയിൽ ചെയ്യും. അങ്ങനെ ചെയ്യണം. ഞാൻ കണ്ടിട്ടുണ്ട്. മേടിച്ചു വെച്ചിട്ടുണ്ട് വീട്ടില് ചെയ്യാവുന്ന രീതിയിൽ. അങ്ങനെ ചെയ്യും. മോള് വീഡിയോയില് വരും. കണ്ടില്ല. എന്നാൾ ചെയ്തു അങ്ങനെ. അടിപൊളി പോയി അച്ഛന് വേഗം പോയി എടുക്കുന്നതിന് കാണാൻ. ഞാൻ സീരിയലിന്റെ മുമ്പില് ഞാൻ എല്ലാ പരിപാടിയും കാണും. ബിഗ് ബോസ് ഒക്കെ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടാണ്. ആദ്യം മോളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായി. നില വീഡിയോ ഒക്കെ പോവാൻ ഇഷ്ടാണോ? നിള മൊബൈലിലാ 24 നദി. ഓക്കെ. വീഡിയോ ഇഷ്ടാണോ? ഇങ്ങോട്ട്
ഇഷ്ടാണോ? എങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നേ? അച്ഛൻ കിടന്നു നിലത്ത്. ആണോ? അല്ലടാ, ഇത് ആരായി കണ്ണൊക്കെ എഴുതി തന്നേ? അമ്മയാ? ലിപ്സ്റ്റിക് എവിടെ? അയ്യോടാ, എവിടെ ഇരുന്നോ? അവിടെ. മോളോട് എങ്ങനെയാ സംസാരിക്ക? അവൾക്ക് മനസ്സിലാവും? മനസ്സിലാവും. അവളിപ്പോ അവര് പറയുമ്പോ അവര് അച്ഛനോട് അവള് സംസാരിക്കും. അവൻ സംസാരിക്കും. അതാ പണി, മൊബൈലിലുള്ള പണി. എനിക്ക് മൊബൈല് തരില്ല, മൊബൈലിലെ കളി ഏത് സമയം. എന്റെ മൊബൈല് സ്വന്തം അവരുടെ പൊട്ടി തന്നിട്ടുണ്ടാവും മേടിച്ചത്. കുറുമ്പ് കാണിക്കാറുണ്ടോ? കുറുമ്പുള്ളൂ, വികൃതി ഉള്ളൂ, അതുള്ളൂ. ആണോ? മനസ്സിലായില്ല. കൊച്ച വികൃതി കാണിക്കാറുണ്ടോ? പാവാണോ? പാവം. വികൃതിക്കണ്ട കയ്യല്ല, വികൃതി ഉണ്ടായിരിക്കുന്ന അമ്മയും മോളും കൂടെ ഇടയ്ക്കിടയ്ക്ക് തമ്മിത്തല്ല. അതൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുന്ന പറഞ്ഞാൽ ഇവള് ഭയങ്കര കുറുമ്പിയാ. ഭയങ്കര കുറുമ്പിയാ. കുറുമ്പി എന്ന് പറഞ്ഞാൽ സർവ്വ സാധനം എടുത്ത് നശിപ്പിക്കാൻ നോക്കും. അന്നേരം അവർക്ക് ഇഷ്ടപ്പെടൂല. വഴക്കാളിയാ. ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കോ? പാട്ടൊന്ന് പാടിപ്പിച്ചേ. കുരുവിയുടെ പാട്ടൊക്കെ ഒന്ന് പാട്ട് അതൊക്കെ നഴ്സറി പഠിപ്പിച്ച. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴൊരു മാറ്റമില്ല അല്ലേ? ഓക്കെ. മഹാറാണി എന്ന് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്താ? വേറൊരു സാറുണ്ട് അവിടെ, ഒരു ഓണർ അല്ലാതെ വേറൊരു സാറുണ്ട് അവിടെ. ആ സാറുമായിട്ട് നല്ല ഇവിടെ ഭയങ്കര ഇതാ സപ്പോർട്ടാ സാർ. ആ സാറായിട്ട് അപ്പോൾ ഇവിടെ ഇച്ചിരി മുമ്പ് ഇവിടെ സംസാരിച്ചത്. അത് ചെന്നപ്പോൾ തന്നെ ഇവിടെ ഞങ്ങൾ ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ തന്നെ ആ സാറ് ഇവിടുത്തെ സ്റ്റാഫാന്ന് പറഞ്ഞ് അവിടെ ഉള്ളവരെ പരിചയപ്പെടുത്തിയത് ആ സാറാ. ആ സാറിന് ഭയങ്കര ഇഷ്ടം ഇവിടെ, ഭയങ്കര. അവിടെ പോയപ്പോഴേ ഏറ്റവും ആദ്യം ഇങ്ങനെ വൈറലായത് ഇത് തന്നപ്പോഴാണ്. അത് അവര് തന്നെയാണ് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഇത് ചെയ്തത്. അവര് തന്നെ അവരുടെ സ്റ്റാഫിനെ വിട്ട് ആശുപത്രി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതൊക്കെ അവര് തന്നെയാണ്. ഞങ്ങൾ കൂടെ ഒന്നിനും പോകേണ്ട വന്നില്ല. ഇവൻ പോയി, പക്ഷെ അവര് തന്നെ എല്ലാം ചെയ്തത്. ടെസ്റ്റൊക്കെ നടത്തി എല്ലാം ചെയ്തത് അവര് തന്നെ ചെയ്തത്. മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ആശുപത്രി ഉണ്ട് തിരുവനന്തപുരത്ത്, പിള്ളേരുടെ ഒരു ആശുപത്രി. അവിടെ കൊണ്ട് എല്ലാം അവിടെ അമ്മ കൊണ്ട് ചെയ്യുകയൊക്കെ ചെയ്തതായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് പോരാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വേറെ നമ്മുടെ മൂവാറ്റിലെ ഇതിൻ്റെ ചെവിയുടെ ആശുപത്രി ഉണ്ടാരേമന കോംപ്ലക്സിൻ്റെ അവിടെയായിട്ട് അവിടെ കൊണ്ടുപോയി അവർ തന്നെ ടെസ്റ്റ് നടത്തി ഇയർഫോൺ കൊടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് ചെവിയിൽ വെച്ച് കൊടുത്തത്. ഡോക്ടർ മൊബൈലിൽ കൂടെ ഇതാക്കി വിട്ടായിരുന്നല്ലോ. ആ ഡോക്ടറാണ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് ഇയർഫോൺ ചെവിയിൽ വെച്ച് കൊടുത്തത്. ഇതിപ്പോ കുറച്ചും കൂടെ സ്പീച്ച് തെറാപ്പി കൊടുത്താല് കുറച്ചും കൂടെ സംസാരിക്കാൻ. അല്ല, ഇപ്പൊ ഇവളിപ്പോ വെച്ച് ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. ഇവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളില്ലല്ലോ. ഇവർക്ക് കേൾവിയുടെ ഇച്ചിരി ശതമാനമല്ലേ കുറവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കൊടുക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പൊ ഇവള് സംസാരിച്ച് ഇവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇപ്പൊ കടയിലൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാവരും സംസാരിക്കാനും എല്ലാവരുമായിട്ട് ഇടപെടാനും ഒക്കെ നല്ല ഇതായിട്ടുണ്ട്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു തപ്പല് വരുമല്ലോ നമുക്ക്. ഇത് വെച്ചോണ്ടാ കടയിൽ നിൽക്കുന്നതുള്ളൂ, വീട്ടിൽ വരുമ്പോഴേ എടുത്ത് വെക്കുന്നുള്ളൂ. പക്ഷെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക്. ഞാൻ ആദ്യമായിട്ട് ഇത് വെക്കാതെ ഇവിടെ സംസാരിക്കും വീട്ടില്. എന്നോട് സംസാരിക്കുന്നത് ഇത് വെക്കാതെ അല്ലേ കാര്യങ്ങളെല്ലാം സംസാരിക്കണം. വെക്കാതെ കടയിൽ പോകുമ്പോ അല്ലേ ഇത് വെക്കുന്നുള്ളൂ. വെളിയിലേക്ക് പോകുമ്പോ അങ്ങനെ എന്റെ കൂടെ പോകുമ്പോ അങ്ങനെ വെക്കാറില്ല. വണ്ടിയിലൊക്കെ പോകുമ്പോ വെക്കാറില്ല. എന്താ ഏറ്റവും വലിയൊരു ആഗ്രഹം? എന്താ? വീട് വേണം. വീഡിയോ ഇൻസ്റ്റ
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, വീടാണ് ഒരു സ്വപ്നം അല്ലേ? വീട് 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 വേണം മൂവാറ്റുപുഴയില്. ഓക്കെ, വേറെന്താ കൂടുതൽ ഇഷ്ടം? അതങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. ഇപ്പൊ അവർക്ക് ആഗ്രഹം ഒരു വീട് വേണം എന്നാണ് അവർക്ക് ആഗ്രഹം. കാരണം അമ്മ അവിടെയല്ലേ. അപ്പൊ അമ്മ ഒരു വീടുണ്ടെങ്കിൽ അമ്മേനെ കൂടെ താമസിപ്പിച്ച് ചെയ്യാം. മോക്ക് വേണ്ടി ജീവിച്ച ഒരു അമ്മയല്ലേ. അത് കല്യാണം ഒന്നും കഴിക്കാതെ കൊച്ചിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു അമ്മയാണ്. അപ്പൊ അവക്കടെ അമ്മേനെ കൊണ്ടുവന്ന് അവിടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ അമ്മ ഒരു മുത്തശ്ശിയേ ഉള്ളൂ വീട്ടില്. മുത്തശ്ശിയേ ഉള്ളൂ. അപ്പൊ ഇതിന് അമ്മ അങ്ങനെ ജോലി കിട്ടിയായി കഴിഞ്ഞപ്പോ ഇവിടെ പഠിപ്പിച്ചിങ്ങനെ ആയി. വേറെ കല്യാണം ഒന്നും കഴിച്ചില്ല. അങ്ങനെ എപ്പോഴും ജോലി നോക്കുന്നു അവിടെ, ആശുപത്രി ജോലി. ഇപ്പൊ ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞല്ലോ. അപ്പോ നിത്യേനെ കണ്ടില്ലേ? അപ്പൊ ഈ കുട്ടി തന്നെ മതി എന്ന് തോന്നാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചില്ല. കാരണം നമുക്ക് വേറെ കല്യാണാലോചനയൊക്കെ വന്നിട്ടും ഞങ്ങൾ പിന്മാറിക്കോളാൻ പറഞ്ഞിട്ട് അവർക്ക് ഇവനെ തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് കൂടെ പോന്നതാ. അതല്ലാതെ നമുക്ക് അപ്പൊ അന്നേരം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കൂടെ പോന്നു, കല്യാണം കഴിച്ചു, സപ്പോർട്ട് ചെയ്തു. പിന്നെ കൊണ്ടുവന്നു വെച്ചാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജീവിക്കണോ. 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 3 വർഷം കഴിഞ്ഞു. മെയ്യിലായിരുന്നു കല്യാണം. മെയ് 1-ാം തീയതി 3 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. കുഞ്ഞോടൊന്നും ഇവർ 2-1.5 മാസം കഴിയുമ്പോഴത്തേക്കും ബലൂണെടുത്തോ. ഓക്കെ, ഇപ്പൊ കൊറേ പേർക്ക് ഇഷ്ടാണല്ലോ. എല്ലാവർക്കും നിത്യേനെ ഇഷ്ടാണ്. എന്താ അവരോട് പറയാനുള്ളേ? എല്ലാരോടും പറയാൻ പനി എസിയുടെ തണുപ്പ് കൊച്ചിനങ്ങനെ ചില സമയത്ത് പറ്റില്ല. കാരണം ഈ വേനലൊക്കെ ഭയങ്കര കൂട്ടിയിടും AC ഒക്കെ ആകുമ്പോഴേ. പിന്നെ രാവിലെ നിപ്പ് ഭയങ്കര അല്ലേ, ഇരിക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ. പെട്ടെന്ന് നീർക്കെട്ട് കയറും. എസിയുടെ തണുപ്പ് ഈ വേനലായി കഴിയുമ്പോൾ കൂട്ടിയിടും AC. പിന്നെ ചിലവർക്ക് നമുക്ക് ഈ പറഞ്ഞാൽ നമുക്ക് ചിലവർക്ക് അടിച്ചാൽ അതുകൊണ്ട് പറ്റില്ല, തണുപ്പ് കൂടുതലല്ലേ. പിന്നെ അന്നേരം എപ്പോഴും നീർക്കെട്ടാവും. അതിന് എപ്പോഴും ഏത് സമയം വന്നാലും ജലദോഷം അല്ലെങ്കിൽ നീർക്കെട്ട് അങ്ങനെ പ്രശ്നങ്ങൾ, പനിയും ഒക്കെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. ലീവ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ലീവൊക്കെ കൊടുക്കും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എല്ലാരോടും ഇപ്പൊ കൊറേ പേർക്ക് നിത്യേനെ ഇഷ്ടമാണല്ലോ. അപ്പൊ അവരോട് എന്താ പറയാനുള്ളതെന്ന്? മോന് എന്നെ പറയാനുള്ളത്, എല്ലാവരോടും എന്നെ പറയാനുള്ളത് അല്ല അങ്ങനെ ഇല്ലടി. ഇപ്പൊ ഇങ്ങനെ കണ്ടോണ്ടിരിക്കല്ലോ ആൾക്കാരാ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണോന്ന് അങ്ങനെ പറയാൻ. നന്ദി. ഞാൻ പറഞ്ഞു മനസ്സിലായി. താങ്ക് യു, വെൽക്കം. ഓക്കെ, മറ്റേത് ലവ് യു അല്ലേ? പറഞ്ഞെടുത്തോളം മനസ്സിലായത് എന്താ പറയണ്ടെന്നുള്ള അറിയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും താങ്ക് യു. ഓക്കെ, താങ്ക് യു, വെൽക്കം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇങ്ങോട്ട് വന്നതിന് താങ്ക് യു. അപ്പൊ ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും. ഓക്കെ, താങ്ക് യു. ഇഞ്ചി, my meal partner.